എന്താ പറയാനാ, ഇന്ന് രാവിലെ നോക്കിയപ്പോ തേണ്ട ഞങ്ങളുടെ കുളത്തിന്റെ ആ പർദ്ദക്കൊരു ലീക്ക്. അപ്പൊ തേണ്ട ഇനി എന്താ ചെയ്യണ്ടേ? അപ്പൊ തൽക്കാലം എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അതിനു വേണ്ടി നോക്ക. ആ നീല കളറാണ്, നീല കളറ്. ഇവിടെ 2 പേര് കൂടി ഇവിടെ ഇവര് പറയുന്ന ഈ പണിയൊക്കെ കൊളസ്ട്രോളിനും ഹീമോഗ്ലോബിൻ A1C ഒക്കെ നോർമലായിട്ടിരിക്കാൻ നല്ലതാന്നാ പറയുന്നത്. എന്തായാലും നമ്മുടെ കുളം കണ്ടില്ലേ, കുളത്തിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്? നമ്മുടെ കുളത്തിനകത്തെ എല്ലാത്തിനും എന്നെ പിടിച്ചെറുക്കാം, എനിക്ക് പേടിയാ. അങ്ങോട്ട് ഇറങ്ങാൻ സഹായിപ്പിച്ചേട്ടാ. ഓ അങ്ങനെ ഞാനിപ്പോ ഈ കുളത്തിനകത്തൊന്ന് ഇരിക്കുവാണ്. ഇരിക്കു ചേട്ടാ, എന്തായാലും ഇരിക്കോ കിടക്കോ? അങ്ങനെ കുളത്തിനകത്ത് ഞാനൊന്ന് ഇറങ്ങി ഒന്നിരുന്ന്. ഇനി ബാക്കി കുളത്തിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ കാത്തിരിക്കും. And Bailey is enjoying. Bailey, you want to get into the pond? Bailey. Bailey വണ്ടടിച്ച് നോക്കുക മീനുകളെല്ലാം എവിടെ പോയെന്ന്. ഇതിപ്പോ ഞങ്ങള് ടെമ്പററി ആയിട്ട് കുളം ഉണ്ടാക്കുവാണ്. ഇതെല്ലാം മാറ്റി ഇനി പുതിയത് ചെയ്യണം. പക്ഷെ ഇപ്പൊ നമുക്ക് മീനുകളെ തൽക്കാലം രക്ഷിക്കണ്ടേ, അതിനുവേണ്ടി ടെമ്പററി ആയിട്ടൊരു കുളം. ഇത് വളരെ മനോഹരമായ കാഴ്ചയാണ്. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ തുടക്കം എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഇതിനകത്ത് ചേറും ഒന്നും കളഞ്ഞിട്ടില്ല. താമരയും ചേറും മീനിനെ എല്ലാം നമ്മൾ മാറ്റി വെച്ചിരിക്കുവാണ്. ഇവിടെ ഉണ്ടോ, നമ്മൾ മീനിനെ ഇപ്പം തൽക്കാലം ഇതിനകത്തോട്ട് ഇട്ടിരിക്കുകയാണ്. മീനൊക്കെ ഇവിടെ ഇരിക്കുവാണ്. പിന്നെ നോക്ക് ബാക്കി മീനുകളൊക്കെ ഇതിനടിയിലിരിക്കുക, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ ചേറും ഒക്കെ കളയാതെ വെച്ചിരിക്കുകയാണ്. താമരയും നമുക്കിപ്പം ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ട് നമുക്ക് മെക്സിക്കൻസിനെ ഒക്കെ ജോലിക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് വേണ്ട ഇവർ തന്നെ നോക്ക് നമ്മുടെ മീനിനെ ആ കുളത്തിലോട്ടിടുന്ന പ്രോസസ്. മീനുണ്ട് വെള്ളച്ചാട്ടത്തിൽ കൂടെ. മീനെല്ലാം എല്ലാവരും കൂടെ വന്നു ഹാപ്പിയായി. മീനൊക്കെ ഹാപ്പിയായി. മീനെല്ലാം വന്ന് മീൻ ഓർത്തായിരുന്നു ഞങ്ങളെല്ലാം പെട്ടുപോയത്. ഇത്ര നേരം ഇവിടെ ഇരുന്നിട്ട് ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് പാവം നമ്മുടെ ബെയിലിയാണ്ട് സങ്കടപ്പെട്ട് ഇവിടെ വന്ന് കിടക്കുക. അടുത്ത നമ്മുടെ മീനുകൾ പിന്നെ അടുത്ത സെറ്റ് ഇടേണ്ടി വരുന്ന പാവം മീനുകൾ പിടിച്ച് ഒരെണ്ണം കരയെ കിടക്കുന്നത്. പാവം എല്ലാ മീനുകളും ഇവിടെ എത്തി. നമ്മുടെ ബെയിലി ചേട്ടനാണ് ആകെ സങ്കടം. ഒരെണ്ണം പോലും തിന്നാൻ കിട്ടിയില്ലല്ലോ ഓർത്തവൻ. ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു. എന്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമാണെന്ന് ഓർക്കണം. ബാക്കി നമ്മുടെ മോട്ടറെല്ലാം ഫിക്സ് ചെയ്യുവാണ്. അതെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്ന്. എൻ്റെ അമ്മ അതെന്താ സാധനം? ഇതെന്തുവാ ഇത് മോട്ടറോ? വെള്ളം ഫിൽട്ടർ ഒക്കെ ചെയ്താണോ? ഇങ്ങനെ വെള്ളം ഫിൽട്ടർ ചെയ്താണ് ഫിഷിന് കിട്ടുന്നത്. ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. വേണ്ടേ വെള്ളം ഇതാ മോളിന്ന് വരുന്ന നമ്മുടെ മോട്ടറൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന മീനുകൾക്കൊക്കെ സന്തോഷമായി.
ഇവിടെ വന്ന് കുളിക്കാനായിട്ടോ എന്ത് കഷ്ടപ്പാടാണ്. വാട്ടർ ഫിൽറ്ററായത്. അതെല്ലാം ക്ലീൻ ആക്കി ലെവലാക്കി തിരിച്ച് വെള്ളം എല്ലാം പമ്പ് ചെയ്യണം. ബേലി ആകെ വളരെ സന്തോഷത്തില്ല. ബേലി ബി വൺ ഫിഷ്. ബേലി എന്താ ബേലി പോയി കുളിക്കടാ. ബേലി ബേലി വൺ ഫിഷ്. ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ബേലി. ഓ ഇതിന് അത്രയ്ക്ക് നിസ്സാരമുള്ള കാര്യമല്ല. ഓ ഇങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ ഈ ഫിഷിന് നമ്മുടെ വാട്ടർ എല്ലാം ഫിൽട്ടർ ചെയ്താണ് പോകുന്നത്. അതിൻ്റെ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഈ കെമിക്കൽസ് എന്തിനാ? എല്ലാം ക്ലീൻ ചെയ്യുന്ന വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു സാധനം ഇതിനകത്തുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. കണ്ട ഏതാണ്ട് ഡെക്കറേഷൻ ആണെന്ന് തോന്നുന്നു. കല്ലാണോ അത്? പൊങ്ങി വരാതിരിക്കും. ഓ അത് പൊങ്ങി വരാതിരിക്കാൻ. ഓ പ്രവർത്തനം തുടങ്ങി. വെള്ളം ഇതുവഴി വന്ന് ഫിൽറ്റർ ചെയ്ത് മോളിൽ കൂടെ റൊട്ടേറ്റ് ചെയ്ത് മീനുകൾക്കൊക്കെ സന്തോഷമായി.